സ്ക്രീനിൽ നമുക്കത് കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ആത്മവിശ്വാസം അത് ഭയങ്കരമാണല്ലോ. അപ്പോൾ ആ ആത്മവിശ്വാസം നമ്മളെ ഒരു പരിധിവരെ നമ്മളെ പാട്ടിനെയും അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജീവിതം അത്യപൂർവമായി സമ്മാനിച്ച സുവർണാവസരത്തെ അവിസ്മരണീയമാക്കിയ ഗായകൻ. ഞാനിപ്പോഴും സ്റ്റാർ സിംഗർ എന്ന് പറഞ്ഞ ആ ഒരു ബേസിസ് തന്നെ ഇപ്പോഴും പ്രോഗ്രാം കഴിഞ്ഞു വരുന്നത്. ആ പാടിയ സമയത്തൊക്കെ നമുക്ക് ശ്രീലങ്കൻ ഫാൻസ് ഉണ്ടായിരുന്നു, പാകിസ്ഥാനിയായിട്ടുള്ള ഒരു വലിയ ഫാൻ ഉണ്ടായിരുന്നു. ദുബായിൽ നിന്ന് കണ്ടുമുട്ടിയ അയാളെ. നിങ്ങളുടെ ഒരു സീസണില് ആളുകൾക്ക് മാത്രം ലഭിച്ചിട്ടുള്ള ഒരു ഭാഗ്യല്ലേ ഈ വിജയുമായിട്ടുള്ള ഇന്ററാക്ഷൻ? വിജയായിട്ട് ഒരു പർട്ടിക്കുലർ കണ്ടസ്റ്റന്റ് ഐഡിയ സ്റ്റാർസിന്റെ സീസൺ 4 വിജയത. Can you identify him? കുഞ്ഞിക്കിളി ആ പാട്ട് പാടി ഒരു 4 ലൈൻ പാടി കഴിഞ്ഞാൽ മറന്നുപോയി. അങ്ങനെ ആ സ്റ്റേജിൽ നിന്ന് കരഞ്ഞ് ആ ടീച്ചർ എന്നെ എടുത്തുകൊണ്ട് പുറത്ത് കൊണ്ടുവന്നു. മോനെ കുഴപ്പമില്ല, അടുത്ത സ്റ്റേജിൽ നമുക്ക് നന്നായി പാടാം. അവിടെ നിന്നായിരുന്നു നമ്മുടെ തുടക്കം. ആ ഒരു ജനത്തെ ആ കാവലുംപാറ ഇന്ന് വരെ കണ്ടിട്ടില്ല. ഏതാണ്ട് ഒരു 10-20,000 ജനങ്ങൾ അന്ന് നമ്മളെ കാണാൻ വേണ്ടി, നമ്മൾ വിൻ ചെയ്ത കപ്പ് കാണാൻ വേണ്ടി അന്ന് ടൗണിൽ കൂടി. അന്ന് ടൗണ് എനിക്കൊന്ന് വടകര മുതൽ തുട്ടിൽപ്പാലം വരെ ബ്ലോക്ക്. വടകര എന്ന് പറഞ്ഞാൽ ഏകദേശം 10-40 കിലോമീറ്റർ. ഇപ്പം എൻ്റെ വീട്ടിലാണെങ്കിൽ തന്നെ എൻ്റെ മോനൊക്കെ കൂടുതൽ ഇഷ്ടം ഈ പറയുന്നത് പോലെ എന്താണ് നേരത്തെ പറഞ്ഞില്ലേ, ഫെജോയുടെ പാട്ടാണ് പുള്ളിക്കാരന് ഇഷ്ടം. ഏറ്റവും അധികം ആൾക്കാർ ചോദിച്ചിട്ടുള്ള ചോദ്യമായിരിക്കും, എന്നാലും അത് ചോദിച്ചുകൊണ്ട് ഞാനത് അവസാനിപ്പിക്കുക. ഐഡിയ സ്റ്റാർ സിംഗർ പാടി കിട്ടിയ ട്രിവാൻഡ്രത്തെ ഫ്ലാറ്റ് ജോബി എന്ത് ചെയ്തു? നീ അത് പറയാണ് ദയവ് ചെയ്തിട്ട്. ജോബിക്ക് വീട് കിട്ടിയില്ലേ, അല്ലെങ്കിൽ ജോബിയുടെ അവസ്ഥ കണ്ടാൽ വളരെ മോശമാവും. കാരണം ഇനി ആ വീഡിയോ നിങ്ങൾ ഇനി പ്രചരിപ്പിക്കണ്ട. കാരണം ഓൾറെഡി വീടൊക്കെ കിട്ടിയതാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇനി പ്രചരിപ്പിക്കണ്ട. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. ഐഡിയ സ്റ്റാർ സിംഗർ സീസൺ 4 വേദിയിൽ 5 ലക്ഷത്തിന് മുകളിൽ അന്ന് റെക്കോർഡിക്കലി വോട്ട് വാങ്ങിച്ച, ഒരുപക്ഷെ ഒരു രാഷ്ട്രീയ നേതാവിനേക്കാളൊക്കെ അപ്പുറം എണ്ണം വോട്ട് വാങ്ങിച്ച ഒരു വിന്നറുണ്ട്, ജോബി ജോൺ. അദ്ദേഹമാണ് ചേരുന്നത്. നമസ്കാരം. ഈ എണ്ണം ഒന്ന് ഈ മെഗാ ഇവന്റിൽ ഇങ്ങനെ ഗ്രാഫിക്സ് പോലെ എഴുതി വരുന്നത് വലിയ അത്ഭുതത്തോടു കൂടിയിട്ടാണ് എല്ലാവരും നോക്കി വന്നിരുന്നത്. പലപ്പോഴും കൂടെ നടന്ന മത്സരാർത്ഥികളൊക്കെ വെച്ചിട്ട് വലിയൊരു വ്യത്യാസം, ലക്ഷങ്ങളുടെ. പലപ്പോഴും ഈ രാഷ്ട്രീയ തിരഞ്ഞെടുപ്പൊക്കെ ഉണ്ടാകുമ്പോഴുള്ള അത്രയും എണ്ണം റെക്കോർഡിക്കലാണ് 5 ലക്ഷം. അതിൽ കൂടുതലായിരുന്നു ശരിക്കുള്ള. അന്ന് 5 ലക്ഷം വരുന്നു, ബാക്കിയുള്ളവരുടെയൊക്കെ ഒരുപാട് മുന്നില്. വല്ലാത്തൊരു ആത്മവിശ്വാസം അപ്പോൾ ഒന്നും ഉള്ളിൽ നിറഞ്ഞിരുന്നു. തീർച്ചയായിട്ടും നമ്മളെ ഈ സ്ക്രീനിൽ നമുക്കത് കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ആത്മവിശ്വാസം അത് ഭയങ്കരമാണല്ലോ. അപ്പോൾ ആ ആത്മവിശ്വാസം നമ്മളെ ഒരു പരിധിവരെ നമ്മളെ പാട്ടിനെയും അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് SMS വരുമ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുമായിരിക്കും, എന്തെങ്കിലും ഒരു പൊസിഷനിലേക്ക് നമുക്ക് വരാൻ പറ്റും. കാരണം SMS ഉണ്ടല്ലോ. പക്ഷെ ആക്ച്വലി SMS-ലല്ല ശരിക്കും അവർ വിധി എഴുതിയിട്ടുള്ളത്. അത് പിന്നീട് പിറ്റേ 2 ദിവസം കഴിഞ്ഞിട്ട് അവരത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് അന്ന് ആ ഒരു മൂമെൻറ്റിൽ SMS ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുമ്പം ഗ്രാജുവലി നമ്മുടെ മൈൻഡ് കുറച്ചും കൂടി സെറ്റാവും പാടാനുള്ള. അത് തീർച്ചയായിട്ടും നമ്മൾ ഒരുപാട് അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പാടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫൈനലിലെ പാട്ടൊക്കെ പാടുമ്പം എനിക്ക് തോന്നുന്നത് ഞാനൊരു ഫുള്ളി കോൺഫിഡൻസ് തന്നെയാണ് ഫൈനലിൽ പാടിയ പാട്ടൊക്കെ പാടിയത്. ഈ ഏകദേശം 8.5 ലക്ഷം. അതെ. അതായത് 5.5 ലക്ഷം. ഇപ്പം വിഷ്ണു പറഞ്ഞതുപോലെ 5 ലക്ഷം SMS ആണ് അന്ന് നമ്മൾ ഫൈനല് അനൗൺസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ സമയത്ത് നമ്മളത് പറഞ്ഞത്. പക്ഷെ ഒരു 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിന് വേണ്ടിയിട്ട് രഞ്ജിനി ചേച്ചി നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളെ ആ ഒരു സ്റ്റേജിൽ നിന്നിട്ട് പുള്ളിക്കാരി അത് അനൗൺസ് ചെയ്യേണ്ട വീഡിയോ ഇപ്പോഴും യൂട്യൂബിലുണ്ട്. അന്ന് പറഞ്ഞത് ഏതാണ്ട് ഈ ജാമിങ് ഒക്കെ ആയിട്ട് വന്ന SMS ഒക്കെ അടക്കം അതിന് ശേഷവും ആൾക്കാർ SMS അയച്ചുകൊണ്ടിരുന്നെന്നാണ് പറയുന്നത്. അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടി ഏതാണ്ട് ഒരു 8.5 ലക്ഷത്തോളം SMS-കൾ ജോബിക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അന്ന് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. ആ കാലഘട്ടത്തിൽ ജനങ്ങൾ നെഞ്ചിലേറ്റാന്നൊക്കെ പറയുന്നത് ശരിക്കും അക്ഷരാർത്ഥത്തിൽ നടന്ന ഒരു റിയാലിറ്റി ഷോ, അതിലെ മത്സരാർത്ഥിയാണല്ലോ. ശരിക്കും ഒരു സിനിമാ താരത്തെ പോലെയായിരുന്നു നിങ്ങൾ ആളുകളൊക്കെ ട്രീറ്റ് ചെയ്യുക. അത്രയും കൗതുകമായിരുന്നു നിങ്ങളുടെ ലൈഫ് അറിയാനൊക്കെ. അതൊരു വല്ലാത്ത കാലഘട്ടമല്ലേ? എനിക്ക് ആദ്യത്തെ ഇപ്പോഴും അതെട്ടോ, ഞാനിപ്പോഴും പ്രോഗ്രാം ചെയ്യുന്നത് കുറച്ച് സിനിമകളിലൊക്കെ പാടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബേസിസിലാണ്. ഞാനിപ്പോഴും സ്റ്റാർ സിംഗർ എന്ന് പറഞ്ഞ ആ ഒരു ബേസിസ് തന്നെ ഇപ്പോഴും പ്രോഗ്രാം കഴിഞ്ഞു വരുന്നത്.
അപ്പം ഇപ്പോഴും നമ്മൾ ചെല്ലുമ്പം പല നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ പോയാലും അവിടെയുള്ള ആളുകൾ നമുക്ക് SMS അയച്ചിട്ടുണ്ട്. അവർ വന്ന് പറയുന്നുണ്ട് നമ്മുടെ അടുത്ത്. അപ്പോൾ അതിനർത്ഥം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തുള്ള എവിടെയൊക്കെ മലയാളികളുണ്ടോ അല്ലെങ്കിൽ മറ്റ് ആളുകളുണ്ടോ അവിടുന്ന് അവരെല്ലാം നമുക്ക് SMS അയച്ചിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ആ പാടിയ സമയത്തൊക്കെ നമുക്ക് ശ്രീലങ്കൻ ഫാൻസ് ഉണ്ടായിരുന്നു, പാകിസ്ഥാനിയായിട്ടുള്ള ഒരു വലിയ ഫാൻ ഉണ്ടായിരുന്നു, ദുബായിൽ നിന്ന് കണ്ടുമുട്ടി അയാളെ. അങ്ങനെ ഒരുപാട് അപ്പോൾ ഈ മേഖലകളിലുള്ള ആൾക്കാർ വരെ നമുക്ക് ആ സമയത്തുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴൊന്നും അങ്ങനെ. ഇപ്പം പിന്നെ കുറച്ചും കൂടി സോഷ്യൽ മീഡിയസ് ഒക്കെ വന്നതുകൊണ്ട് പിന്നെ അന്നൊക്കെ ആൾക്കാർക്ക് നമ്മളെ കൂടുതൽ റീച്ച് ചെയ്യാനൊക്കെ റീച്ച് ചെയ്യാൻ പറ്റുന്ന ആകെ ഒരു മാധ്യമം TV മാത്രമേ ഉള്ളൂ. പിന്നെ TV-യുടെ ആ സമയത്തൊരു അതിപ്രസരമാണ്. കാരണം എൻ്റെയൊക്കെ വീട്ടിൽ ആ സമയത്താണ് TV വാങ്ങിച്ചത്, ഉള്ള കാര്യം പറയാമല്ലോ. അപ്പം ഈ TV-യുടെ വിലയൊക്കെ ഒരുപാട് കൂടി നിൽക്കുന്ന ഒരു സമയത്താണ് ഈ സ്റ്റാർ സിംഗർ പോലത്തെ പരിപാടികളുള്ളത്. അതുപോലെ തന്നെ അന്ന് കുടയായിരുന്നു. നമ്മുടെയൊക്കെ ഗ്രാമങ്ങളിലൊക്കെ നടന്ന കുടയായിരുന്നു. അപ്പം ഈ പേ ചാനലൊക്കെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് വലിയ വലിയ സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാകത്തുള്ളൂ, എല്ലാ സ്ഥലത്തും നമുക്കിത് റീച്ചബിൾ ആയിരുന്നില്ല. അപ്പം ഞാൻ പാടി വരുന്ന ആ സമയങ്ങളിൽ ഈ DTH അതുപോലെ തന്നെ വീഡിയോകോൺ അങ്ങനെയുള്ള കുറച്ച് ഡിഷ് ചാനലുകൾ പെട്ടെന്ന് നമുക്ക് കിട്ടുന്ന രീതിയിലുള്ള സാധനങ്ങളൊക്കെ വന്നു. അതോടുകൂടി TV-യുടെ വില കുത്തനെ താഴോട്ട് വരികയും 7000 രൂപ മുതൽ അല്ലെങ്കിൽ അങ്ങനെ റേറ്റിലുള്ള TV-കൾ വരുവാൻ തുടങ്ങി. അപ്പോൾ സകല വീടുകളിലും TV-യും ഈ കുടകളൊക്കെ ആയതുകൊണ്ട് ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞ ചാനൽ എല്ലാവരുടെ ഇടയിലേക്ക് അന്ന് ഇറങ്ങി. അത് നമ്മളെ സംബന്ധിച്ച് ഭയങ്കര ഒരു ഗുണം കിട്ടിയ ഒരു കാര്യമാണ്. കാരണം നമ്മൾ പാടാൻ കയറിയപ്പോഴത്തേക്കും എല്ലാ കാര്യങ്ങളും നമുക്ക് അനുകൂലമാക്കി. ഇതൊക്കെ ദൈവത്തിൻ്റെ ഒരു എന്താ പറയുക, ദൈവത്തിൻ്റെ ഒരു കളി. അന്ന് പാടിക്കഴിഞ്ഞിട്ട് വിൻ ചെയ്തതിന് ശേഷം എത്ര ഉദ്ഘാടനങ്ങളും കോളേജ് വിസിറ്റ് നടന്നിട്ടുണ്ട്? എനിക്കറിയത്തില്ല, ഒരുപാട് എണ്ണം എടുക്കാൻ പറ്റാത്തത്ര. ചില ദിവസങ്ങളിലൊക്കെ 4, 5 ഒക്കെ ചെയ്തിട്ടുണ്ട്. ചില ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ പോവുക, മുഖം കാണിക്കുക, ഒരു പാട്ട് പാടുക. ചിലപ്പോൾ പാട്ട് പോലും പാടാൻ സമയം ഉണ്ടാവില്ല, കാരണം തൊണ്ടയൊക്കെ വയ്യാതിരിക്കുകയല്ല. അപ്പം പിന്നെ ചില സ്ഥലത്തു നിന്നൊക്കെ എസ്കേപ്പ് ആകും. കാരണം ഒരു 4 ലൈൻ വെറുതെ പാടി, ഒരു 4 ലൈനൊക്കെ വെറുതെ പാടി ഒരു ആശംസയും പറഞ്ഞ് അടുത്ത സ്ഥലത്ത് കയറുന്നു. അങ്ങനെ ചെയ്ത സമയങ്ങളുണ്ടായിരുന്നു. ചരിത്രത്തിന്റെ ഭാഗമാണ്. അതെ, സത്യത്തില്ല. നമ്മളൊക്കെ ചെന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ഫിലിം സ്റ്റാറൊക്കെ ചെന്ന് ഇറങ്ങുന്ന ഒരു പ്രതീതിയായിരുന്നു. ഞാൻ ആദ്യമായി ചെന്ന ട്രിവാൻഡ്രത്തൊരു കോളേജിലൊക്കെ ചെന്നാൽ എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. ശരിക്കും പറഞ്ഞാൽ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പെട്ട പാടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്, കുറേ എന്താ പറയുക ഓർമ്മകൾ അങ്ങനെയുണ്ട്. ഇപ്പം നിങ്ങളുടെ ഒരു സീസണിൽ ആളുകൾക്ക് മാത്രം ലഭിച്ചിട്ടുള്ള ഒരു ഭാഗ്യമല്ലേ ഈ വിജയുമായിട്ടുള്ള ഇന്ററാക്ഷൻ? വിജയായിട്ട് അത് അതിന് മുന്നേ പ്രാവശ്യം ഇങ്ങനെ ഒരിക്കലും നടക്കില്ല എന്നുള്ളതാ. അയ്യോ, അത് പിന്നെ ഒരിക്കലും എനിക്ക് അന്ന് കൊച്ചിൻ എയർപോർട്ട് വന്ന് ബ്ലോക്ക് ആവേ. കൊച്ചി വന്നത് എന്തോ ഭയങ്കര പ്രശ്നമാണ്, ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് ഒക്കെ ഉണ്ടായില്ലേ? കൊച്ചിയിലായിരുന്നില്ല, ട്രിവാൻഡ്രത്ത് ഭയങ്കര ബ്ലോക്കായി. ട്രിവാൻഡ്രത്ത് പുള്ളി ഏതോ ഷൂട്ടായിട്ട് ബന്ധപ്പെട്ട് എന്തോ വന്നതായിരുന്നു. അപ്പം നമ്മുടെ സീസണിൽ തന്നെ ഉള്ളതാണ് ശ്രീനാഥ്. പുള്ളിക്കാരൻ വിജയുടെ ഭയങ്കര അടുത്ത ഫാനാണ്, നമ്മളെല്ലാവരും ഫാനാണ്. പക്ഷെ അവനൊരു ഭയങ്കര ഡൈഹാർഡ് ഫാനാണ്. അപ്പോൾ അതുകൊണ്ട് അവൻ അവിടുത്തെ ഈ പറഞ്ഞതുപോലെ ഈ ഫാൻസ് അസോസിയേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പുള്ളിക്കാരനായിട്ട് കണക്ട് ചെയ്യാൻ പറ്റി. അവിടുത്തെ ആളുമായിട്ട് വിളിച്ചിട്ട് എങ്ങനെയെങ്കിലും അങ്ങനെ. അപ്പോൾ അവരാണ് പിന്നെ ഏഷ്യാനെറ്റായിട്ട് കണക്ട് ചെയ്ത് അങ്ങനെ ഒരു ഞങ്ങൾക്കാകെ എന്താ പറയുക ഒരു 10 മിനിറ്റ് സമയം തന്നേ ഉള്ളൂ പുള്ളി. പക്ഷെ ആ 10 മിനിറ്റ് സമയം ഞങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ഞങ്ങൾ എനിക്ക് തോന്നുന്നു 2 ദിവസത്തെ പണിയെടുത്ത് അതിന് വേണ്ടിയിട്ട്. കാരണം അത്രേ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. അന്നൊക്കെ ഞാനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നാണ് ഒരു എന്താ പറയുക ഏറ്റവും വില കൂടിയ ഒരു ഷർട്ടും അല്ല ഒരു പാൻറ്റും ഷൂ ഒക്കെ അന്നാണ് ആദ്യമായിട്ട് ഇടുന്നത്. കാരണം വിജയ് കാണാനുള്ളൊരു ഇതിൽ ഭയങ്കര ഒരു ഇതായിരുന്നു പുള്ളിയെ നേരിട്ട് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട് കൈയൊക്കെ കൊടുത്തിട്ട് ഞാനൊരു അന്ന് കടുത്തിട്ട് അന്ന് രാത്രി വരെ ആ കൈ കഴിയില്ല, അപ്പം നമുക്കും അത്ര ഇഷ്ടമല്ലേ വിജയ് ഇഷ്ടമില്ലാത്ത ആരാളെ, എല്ലാവർക്കും ഇഷ്ടമല്ലേ. അന്ന് പിന്നെ ഈ സെൽഫി കാലം തുടങ്ങിയിട്ടില്ല, സെൽഫി ഒന്നും ഇല്ല, ഫോണൊക്കെ ഉണ്ട്. ഓട്ടോഗ്രാഫ് കാലം ഏകദേശം അവസാനിക്കുകയും ചെയ്തു. അപ്പൊ എങ്ങനെയായിരുന്നു ഈ ആരാധന കാണിച്ചിരുന്നത്? മൊബൈലിൽ വന്ന് ഫോട്ടോ എടുക്കുമായിരുന്നു ആളെ നിർത്തി? മൊബൈലിലെടുക്കല് അന്നൊന്നും മൊബൈലിലെടുക്കല് വളരെ കുറവാണ്. പിന്നെ ഈ ഇന്നത്തെ പോലെ ഇന്ന് നമ്മൾ ഒരു സ്ഥലത്ത് ചെന്നാൽ ഏത് മൊബൈലും കൊണ്ട് വന്ന ആൾക്കാർ ഫോട്ടോ എടുക്കും. ചില സ്ഥലത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാൻ വേണ്ടി നമ്മൾ നിന്ന് നമ്മളെയും കാണത്തില്ല അവരെയും കാണത്തില്ല. അങ്ങനത്തെ ഫോണൊക്കെ ആയിട്ട് വന്ന ആൾക്കാർ ഫോട്ടോ എടുക്കണം. പക്ഷെ അന്ന്
അത്രയും നല്ല ഫോൺ ഉണ്ടായിട്ട് പോലും ഈ സെൽഫി അന്ന് ഇല്ലായിരുന്നു. കണ്ടപ്പം ചിലവർ തിരിച്ചു വെച്ചിട്ട് വലിയ അതിൻ്റെ നോക്കിയോടെ ഒരു ഫോൺ ഉണ്ടായിരുന്നു, ഒരു നല്ല N95. അതിലൊക്കെ വന്നിട്ട് ചിലവരെടുക്കും. കൂടുതൽ ആൾക്കാരും ഈ ക്യാമറ തന്നെ വെച്ചിട്ടാണ് കൂടുതലും വന്നിട്ട് എടുത്തുകൊണ്ടിരുന്നത്. പിന്നെ കൂടുതൽ ഓട്ടോഗ്രാഫ്സ് ആണ് കൂടുതലും പോകുന്നത്. ഓട്ടോഗ്രാഫ്സ് നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കും, ചിലവരുടെ ടീഷർട്ടിൽ സൈൻ ചെയ്ത് കൊടുക്കും, ചിലവർ ഈ എന്താ പറയുക, ചിലവരുടെ അതുപോലെ തന്നെ ബുക്കിൽ പല ഇത് നമ്മൾ ഓട്ടോഗ്രാഫ്സ് ആയിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കാറ്. ഈ വീട് വന്ന് കവർ ചെയ്യുന്ന ഒരു എപ്പിസോഡ് ഉണ്ടാവുമല്ലോ, അതിനുശേഷം ഈ അയൽ വീടുകളിലൊക്കെ നിങ്ങൾക്ക് കിട്ടിയൊരു മതിപ്പ് വേറെ ആയിരിക്കില്ലേ? അമ്പോ അതൊക്കെ എന്ന് പറഞ്ഞാൽ അല്ല, എന്നെ സംബന്ധിച്ച് എൻ്റെ ഞങ്ങളുടെ ഗ്രാമം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അവിടെ നിന്നൊന്നും അങ്ങനെ ഒരു എനിക്ക് മുന്നേ അങ്ങനെ ഒരാളൊന്നും അങ്ങനെ ഒരു വന്നിട്ടില്ല. ഈ സെലിബ്രിറ്റി ഒക്കെ പോലെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരാൾ ഉണ്ടായിട്ടില്ല. സെലിബ്രിറ്റീസുകളുണ്ട്, പക്ഷെ അങ്ങനെ ഒരു പിന്തുണയൊക്കെ ഒരുപാട് ആളുകൾ കാണുകയും ഒരുപാട് ആളുകൾ സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്ന സെലിബ്രിറ്റി എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ച സെലിബ്രിറ്റി ആയി. പക്ഷെ ആ ആളെ ഒരു ഇഷ്ടത്തോടെ അല്ലെങ്കിൽ എപ്പോഴും ഒരു ടോക്കായിട്ട് വരുന്ന ഒരാളായിട്ട് മാറുമ്പോഴാണല്ലോ അയാൾ ആ സ്ഥലത്തെ ഒരു പ്രധാന പയ്യൻസായിട്ട് അല്ലെങ്കിൽ ഒരു പയ്യത്തിയായിട്ട് മാറത്തുള്ളൂ. അപ്പം ഞാൻ അങ്ങനത്തെ ഒരു സംഭവം ആയതുകൊണ്ട് എനിക്ക് നാട്ടിൽ ആ ഒരു ഇതുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഗ്രാമമാണ്, തൊട്ടിൽപ്പാലം എന്ന് പറഞ്ഞ ഗ്രാമമാണ്. എനിക്ക് തോന്നേ എൻ്റെ ആ ഗ്രാമത്തിൽ ഞാൻ ഈ ഷൂട്ടിന് വേണ്ടി വരുമ്പം അന്ന് അവിടെ ഒരു ഒരു ജാഥയുണ്ടല്ലോ, ഒരു പാർട്ടിയുടെ ജാഥയൊക്കെ ഉണ്ടല്ലോ, അതിൽ കൂടുതൽ ആളുകൾ അന്ന് അതിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. അത് സർവ്വമത ജാതിമത ഭേദമന്യേ എല്ലാവരും അതിൽ ഷൂട്ടിനൊക്കെ വരുമ്പോൾ നമ്മൾ ചെണ്ടയൊക്കെ അറേഞ്ച് ചെയ്തു. അപ്പം ചെണ്ടക്കാർ വന്നിട്ട് ജോബി മുമ്പിൽ ഞങ്ങൾ ചെണ്ടയുണ്ട്, എൻ്റെ ഫ്രണ്ടാണ് ചെണ്ട, ഞങ്ങൾ സ്പോൺസർ, അങ്ങനെ ഓരോരുത്തർ സ്പോൺസറായിരുന്നു. അങ്ങനെ പിന്നെ ഫ്രണ്ടിൽ നമ്മളിങ്ങനെ നടക്കുന്നു വീട് വരെ, പിന്നെ നമ്മൾ ഇതും കൊണ്ട് ഇങ്ങനെ പോകുന്നു, ഇവർ കവർ ചെയ്ത് ഇങ്ങനെ പോകുന്നു. അതിനുശേഷം പിന്നെ നമ്മൾ വിൻ ചെയ്ത് വരുമ്പം കാവലുംപാറ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ഒരു അത്യാവശ്യം വലിയ പഞ്ചായത്താണ്, വലിയ 3-4 മലകളൊക്കെ ചേർന്ന് അതിൻ്റെ താഴെ അടിവാരത്ത് വരുന്ന ഒരു പഞ്ചായത്താണ്. അപ്പം അവിടെ അന്നേ വരെ ആ ഒരു ജനത്തെ ആ കാവലുംപാറ ഇന്ന് വരെ കണ്ടിട്ടില്ല. ഏതാണ്ട് ഒരു 10-25,000 ജനങ്ങൾ അന്ന് നമ്മളെ കാണാൻ വേണ്ടി, നമ്മൾ വിൻ ചെയ്ത കപ്പ് കാണാൻ വേണ്ടി അന്ന് ടൗണിൽ കൂടി. അന്ന് ടൗണ് എനിക്കൊന്ന് വടകര മുതൽ തൊട്ടിൽപ്പാലം വരെ ബ്ലോക്ക്. വടകര എന്ന് പറഞ്ഞാൽ ഏകദേശം 10-40 കിലോമീറ്റർ ഉണ്ട്. അവിടെ മുതൽ ഈ തൊട്ടിൽപ്പാലം വരെ ബ്ലോക്കഡായിരുന്നു. പിന്നെ ഞങ്ങളുടെ തൊട്ടിൽപ്പാലത്തുള്ള കുറേ വണ്ടികളൊന്നും ഓടിയില്ല. അതൊരു വലിയ സംഭവമാണ് അതൊക്കെ. അതൊരു വലിയ അതിനുശേഷം ഞാനിപ്പോൾ വിഷ്ണുവോട് സംസാരിച്ചായിരുന്നല്ലോ, ഇപ്പോൾ 13-ാം തീയതി കാവലുംപാറ ഫെസ്റ്റായിരുന്നു. അപ്പോൾ 15 വർഷത്തിന് ശേഷം അതിനുശേഷം ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ ഒരു പ്രോഗ്രാം ചെയ്തു. പിന്നെ കണ്ട ആൾ ഈ കഴിഞ്ഞ ദിവസമായിരുന്നു. ഏതാണ്ട് ഒരു 10,000 ആളിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. നമുക്ക് ഒരു വലിയ സ്റ്റേഡിയം ആയിരുന്നു. ആ സ്റ്റേഡിയം ഫുള്ള് കവർ ചെയ്തു. ഫുള്ളാളായിരുന്നു. ഫുള്ളാളെന്ന് വെച്ചാൽ സൂചി കുത്താൻ ആളില്ല. അതിനുശേഷം നമ്മൾ ടൗണിൽ 2 സ്ക്രീൻ ഇട്ടു. ആ സ്ക്രീനിൻ്റെ മുകളിൽ അതിലും ആളായിരുന്നു. ലാസ്റ്റ് പിന്നെ ഇപ്പം നിൽക്കുന്നത് അവിടെയാണ് സ്റ്റിൽ. ഈ പറയാൻ മറന്ന അതെ അത് ഒരു സത്യം പറഞ്ഞാൽ സാധാരണ ആൾക്കാർ ചൂസ് ചെയ്ത് ഫൈനലായിട്ട് പാടാനൊക്കെ ചൂസ് ചെയ്യുന്ന ഒരു പാട്ടല്ല. കുറെ കൂടെ ഒക്കെ സംഗതികളൊക്കെ ഉള്ള പാട്ടൊക്കെ, സംഗതികളില്ല എന്നല്ല കേട്ടോ, എന്നാലും കുറെ കൂടി ക്ലാസിക്കൽ ടച്ചൊക്കെ ഉള്ളതൊക്കെ ബാക്കിയുള്ള എല്ലാവരും പാടിയിട്ടുള്ളത്. അതിന് മുമ്പുള്ള സീസണും അങ്ങനെയൊക്കെയാണ് കണ്ടിരിക്കുന്നത്. എന്തായാലും ആ ഒരു ചോയ്സ് അത് ഭയങ്കര സ്പെഷ്യൽ ആയിരുന്നു. ചോയ്സ് ഞാനെന്ന് വെച്ചാൽ നമ്മൾ അവിടെ നമ്മൾ കുറച്ചും കൂടി എന്താ പറയുക, സേഫ് സോണിൽ കളിക്കുക എന്നുള്ളൊരു ഇതിലൂടെയാണ് ഞാൻ എപ്പോഴും പോയിട്ടുള്ളത്. നമുക്ക് കാണിച്ച് കൊടുക്കാനുള്ള പാട്ടുകളൊക്കെ നമ്മൾ ആദ്യം കാണിച്ചു കൊടുത്തു. മാന എന്നുള്ള പാട്ടൊക്കെ നമ്മൾ 3-ാമത്തെ റൗണ്ടിൽ പാടി. അതൊക്കെയാണ് സാധാരണ ഫൈനലിൽ പാടുന്നത്, ഈ പറഞ്ഞതുപോലെ ഫൈനലിൽ പാടുന്ന പാട്ടുകൾ. പിന്നെ നമ്മൾ സാമ്യമാകുന്ന ഒരു ഉദ്യാനം എന്നുള്ള പാട്ട്, അതൊക്കെ നമ്മൾ ഓൾറെഡി പാടി വെച്ച പാട്ടുകളാണ്. പിന്നെ ഓഫ് കോഴ്സ് അങ്ങനെയുള്ള കുറച്ച് ടഫായിട്ടുള്ള സോങ്സുകൾ നമ്മൾ അതിൻ്റെ അകത്ത് പാടിയിട്ടുണ്ട്. ഈ പറയാൻ മറന്നതും ഈ പറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്ന ഒരു 5-6 ഫൈനലിൽ ഞാൻ പാടി കേട്ടിട്ടുണ്ട് കേട്ടോ. മോശമുള്ള പാട്ടല്ല, അത് ഗസൽ ടൈപ്പ് സോങ് ആണ്. അപ്പം കൂടുതലും നമ്മുടെ കേരളീയ സംഗീതം അല്ലെങ്കിൽ എന്ന് പറയുമ്പോഴത്തേക്കും കൂടുതലും ഈ കർണാട്ടിക് മ്യൂസിക്കിലാണ് വരുന്നത്. അപ്പം നമ്മൾ ഓൾറെഡി എല്ലാവരും പഠിച്ചു വെച്ചേക്കുന്നതും ആ കർണാട്ടിക് മ്യൂസിക്കിന് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പാട്ടുകളാണ് പഠിച്ചു വെക്കുന്നത്. കൂടുതൽ ഫിലിം സോങ്സുകളും അതാണ് വരുന്നത്. അപ്പം ആളുകൾക്ക് ഈ പഠിച്ച പിള്ളേർക്ക് അല്ലെങ്കിൽ പഠിച്ച ഇനിനെ പോലുള്ള ആളുകൾക്ക് കൂടുതലും
പെട്ടെന്നൊരു പാട്ടെടുക്കുമ്പം ഇപ്പം നമുക്ക് ദേവസഭാതലോ ഇപ്പം രാമകഥയോ അപ്പം 7 സ്വരങ്ങളോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ നമ്മുടെ സുമുഹൂർത്തമയോ ഇതൊക്കെ ഈ കർണാട്ടിക് ബേസ്ഡ് ആയിട്ടുള്ള സോങ്സ്. അപ്പം ഇത് പെട്ടെന്ന് അതിലേക്ക് അങ്ങ് ചൂസ് ചെയ്യും. ഈ ഹിന്ദുസ്ഥാനി എന്ന് പറയുമ്പോഴത്തേക്കും അത് വേറൊരു ജോണലായിട്ടുള്ളൊരു പാട്ടാണ്. അപ്പോൾ അതങ്ങനെ പറയുമ്പോഴത്തേക്കും അത് കുറച്ചും കൂടി രാഗമായിട്ട് ഇഴുകിച്ചേർന്ന് കുറച്ചും കൂടി വലിച്ചും നിർത്തിയൊക്കെ പാടുന്ന ഒരു സംഭവമാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ അന്നേരം ഒന്നും ഹിന്ദുസ്ഥാനി ഒന്നും പഠിച്ചിട്ടില്ല, എനിക്കറിയില്ല. പക്ഷെ എനിക്ക് എൻ്റെ തൊണ്ടയ്ക്ക് ആ സാധനം വരും. അപ്പം ഞാൻ അത് പാടി നോക്കിയപ്പം എനിക്ക് തോന്നി ഞാനിത് പാടിയാൽ നന്നായിരിക്കും. ഞാൻ എൻ്റെ മാഷുമായിട്ട് സംസാരിച്ചു. അതുപോലെ തന്നെ പാട്ട് സെലക്ട് ചെയ്യുന്ന എനിക്ക് കുറച്ച് ഒരു ഗ്രൂപ്പുണ്ട്, അവരുമായിട്ട് സംസാരിച്ചു. നമ്മൾ ഈ പാട്ടുകൾ നമ്മൾ മാഷുടെ മുന്നിൽ അവരുടെ മുമ്പിൽ നമ്മൾ ഒരു കീബോർഡൊക്കെ വെച്ചിട്ട് നമ്മൾ അന്ന് പാടി സെലക്ട് ചെയ്യാൻ വെച്ച പാട്ടുകൾ ഓരോന്നും ഞാൻ പാടി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ് കുറച്ചും കൂടി നന്നായിട്ട് ജോബിക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ പാട്ടായിരിക്കും എന്ന് പറഞ്ഞതിൻ്റെ ഇതിലാണ് ഈ പാട്ട് നമ്മൾ ചൂസ് ചെയ്തത്. തുടർന്ന് നമ്മൾ ഈ പാട്ട് നമ്മൾ പഠിച്ചു. നാട്ടിൽ തന്നെ കുറച്ച് ഓർക്കസ്ട്രയൊക്കെ വെച്ചിട്ട് നമ്മൾ അവിടെ പ്രാക്ടീസ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഈ പറഞ്ഞതുപോലെ പിന്നെ ട്രിവാൻഡ്രത്ത് പോയി അവിടെ പ്രാക്ടീസ് ചെയ്തു. അതിനു ശേഷമാണ് പിന്നെ ഫൈനലിൽ നമ്മൾ കയറുന്നത്. അത്രയും പ്രാക്ടീസ് സെക്ഷൻ നമുക്ക് ആ പാട്ടിന് കിട്ടിയിരുന്നു. അത്ര ഈസി അല്ല ആ പാട്ട് പാടൽ. സിമ്പിളാണെന്ന് നമ്മൾ വിചാരിക്കും, പക്ഷേ സിമ്പിൾ അല്ലാത്തതുകൊണ്ടാണ് ആളുകൾ ആ പാട്ട് എടുക്കാത്തത്. കാരണം അതിൻ്റെ അകത്തൊരു ഒരു ഒരു പഞ്ചമത്തിൻ്റെ ഒരു പോക്കുണ്ട്. അത് ഗ സഗ നി സഗ പനി സഗ ഗ സ നി സഗ മ പ ഗ മ പ നി സ സ നി പ മ ഗ നി പ മ ഗ. ഞാൻ വളരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഞാനത് പാടുന്നതെന്ന് ഓർമ്മ വേണം. അപ്പം ഈ ഷഡ്ജം വരില്ല പലർക്കും. അപ്പം അത് വരാത്തതുകൊണ്ടാണ് അവർ ആ പാട്ട് എടുക്കാത്തത്. അത് വന്നാലാണ് ഈ പ്രൈസ് കിട്ടത്തുള്ളൂ. എനിക്കെന്തോ ഭാഗ്യം കൊണ്ട് അന്ന് ആ സാധനം വന്നു. അത് വന്നില്ലേ എനിക്ക് കിട്ടത്തില്ല. അതാണ് ആ പാട്ടിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു സംഭവം. പിന്നെ അതിൻ്റെ അകത്തുള്ള കുറേ ഭാഗങ്ങളും താരകയായി വഴിതെളിക്കയോ പറയാൻ മറന്ന കുറേ സംഗതികളുണ്ട് എൻ്റെ അകത്ത്. പക്ഷെ നമുക്ക് ഈ ക്ലാസിക്കൽ പോലെ ഇങ്ങനെ താളം ഉണ്ടെങ്കിൽ പോലും നമുക്ക് അങ്ങനെ അത്രയും സ്പുഷ്ടമായിട്ട് നമുക്ക് ഇച്ചിരി വലിച്ചും നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ ആ പാട്ട് പാടാൻ പറ്റും. ഒരു ഗസൽ ടച്ചും ഉണ്ട്. അപ്പം അത് കുറച്ചും കൂടി എനിക്ക് ഈസി ആണെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ ആ പാട്ട് സെലക്ട് ചെയ്തത്. അതെന്തായാലും അത് ഓത്തായി ആ സോങ്. ഈ എ.ആർ. റഹ്മാൻ പാട്ടുകളോടൊരു പ്രത്യേക ഇഷ്ടമുണ്ടോ? ഉണ്ട്. എ.ആർ. റഹ്മാൻ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇപ്പം നമ്മളിപ്പോൾ സ്റ്റേജ് ഷോസിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ തന്നെ റഹ്മാൻ സാറിൻ്റെ എല്ലാവർക്കും ഇപ്പോൾ അടിപൊളി മതിയല്ലോ, ആർക്കും അങ്ങനെ മെലഡി ഒന്നും വേണ്ട. പക്ഷെ എന്നാലും നമ്മളൊരു പാട്ടൊക്കെ പാടുന്നതിന് മുമ്പേ കുറച്ച് മെലോഡിയസ് ആയിട്ടുള്ള പുള്ളിയുടെ കുറച്ച് പാട്ടുകളൊക്കെ ഒന്ന് മറ്റേ ഈ പാട്ട് NSL പോകിറ അത് അങ്ങനെയുള്ള പാട്ടുകൾ മലർകളി ഇതയ്യ അതിൻ്റെ കുറേ ലൈൻസൊക്കെ ഇങ്ങനെ പാടി പിന്നെ അങ്ങനെ ഇതയ്യമൊരു കണ്ണാടി അതിലേക്കൊക്കെ ഇങ്ങനെ കയറി ആൾക്കാരെ മെല്ലെ അതിലേക്ക് കൊണ്ടുപോകുന്നതിന് ശേഷം നമ്മൾ പിന്നെ നേരെ മുക്കാല അതിലേക്ക് കയറും. അപ്പോൾ അതൊരു സെഗ്മെന്റ് പോലെ ചെയ്യുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതൊന്ന് ചെറിച്ച് ചെയിൻ പോലെ ഒന്ന് പാടി നല്ല രസമുണ്ട്. നമ്മൾ ആദ്യം നമ്മളിപ്പം മലർകളെയാണ് ഇപ്പം ഇങ്ങനെ മലർകളെ ഇത് എന്ന കനവാ മലകളെ ഇത് என்னை நினைவா உருகியதே எனதுள்ளம் பெருகியதே விழிவெள்ளம் விண்ணோடும் நீதான் மண்ணோடும் நீதான் கண்ணோடும் நீதான் வா மலர்களே இதயமொரு கண்ணாடி உனது பிம்பம் விழுந்த தடி இதுதான சொந்தம் இதயம் சொன்னதடி கண்ணாடி விம்ப கற்று கயிர் ஒன்றுமில்லையடி கண்ணாடி ஊஞ்சல்
பிம்பமானதடி நீ ஒன்று சொல்லடி பெண்ணே இல்லை இன்று கொல்லடி கண்ணே இந்த வாழ்க்கையில மொத்தம் விழுவிழும்பிலன்னு துரத்தாதே உயிர் கரையிறாதே இல்லை இல்லை சொல்ல ஒரு கணம் போதும் இல்லை இன்று சொல்லை தாங்குவதென்ற இன்னும் இன்னும் எனக்கு ஒரு ஜென்மம் வேண்டும் என்ன சொல்ல போகிறா என்ன சொல்ல போகிறா என்ன சொல்ல போகிறா என்ன சொல்ல போகிறா மௌனமா മൗനമാ ഒരേ 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 അങ്ങനെ കയറും. ഓ ഇതിപ്പോ ഈ സാധനം പറഞ്ഞു കൊടുത്താൽ ഇനി ബാക്കിയുള്ളവർ ഇതെല്ലാം കയറ്റിക്കൊണ്ട് വരും. ഈ മെഡലി അങ്ങ് എടുക്കുമല്ലേ? ഇല്ല, ഈ ഒരു ലൈന് പിടിച്ചു വരും. അതൊരു ഭയങ്കര പ്രശ്നമായി തോന്നുന്നുണ്ടോ? നിങ്ങൾ എന്തെങ്കിലും ഒരു പുതിയതായിട്ട് സ്റ്റേജിൽ അവതരിപ്പിക്കാൻ ഒരു ഇന്നോവേഷൻ കണ്ടുപിടിച്ച പിന്നെ അതിന്റെ പല കോപ്പികളും പല കോപ്പികളും പല ഇപ്പം ഞാൻ ഇപ്പം ലാലേട്ടൻ്റെ ഒരു പാട്ടുണ്ട്, ഒരു പാട്ട് പറയുന്നില്ല, ആ പാട്ടെടുത്ത് പാടാൻ നേരത്തെ ഞാൻ സ്റ്റേജിൽ ഇപ്പം ബാംഗ്ലൂർ ഇപ്പം പുറത്തുള്ള ഷോയ്ക്കൊക്കെയാണ് കൂടുതൽ അത് ആപ്റ്റഡ് ആകും. അപ്പം അവിടെ 2 ഫാമിലീസിനെ വിളിച്ച് അവരെ സ്റ്റേജിൽ വിളിച്ച് കയറ്റി അവരെ കൊണ്ട് ആ പാട്ടിൻ്റെ ഒരു ഇതായിട്ട് ചെയ്യിപ്പിക്കും. അപ്പോൾ ചെയ്യിക്കുന്നതിന് മുമ്പ് നമ്മൾ ആ ലാലേട്ടൻ വന്ന ആ കാലഘട്ടത്തിലുള്ള നമ്മുടെ മനസ്സിൽ പതിഞ്ഞിട്ടുള്ള ഇപ്പം കുറേ പാട്ടുകളുണ്ടല്ലോ. ഇപ്പം മിന്നാരത്തിലെ കിന്നാരം ചിരിച്ച് അങ്ങനെയുള്ള കുറേ പാട്ടുകൾ നമ്മൾ പാടിയതിന് ശേഷമാണ് ഇവരെ ഇതിലേക്ക്, അപ്പോൾ ഇവരെ നമ്മൾ അതിലേക്ക് അങ്ങനെ അതിലേക്ക് കയറ്റുകയാണ്. അപ്പം അവരും ഇത് ചെയ്യണം എന്നുള്ള ഇതിൽ. എന്നിട്ട് പിന്നെ നമ്മൾ നേരെ പിന്നെ അടുത്ത പാട്ടിലേക്ക് കിടക്കും. ആ പാട്ട് പിന്നെ ഗംഭീരമായിട്ട് അവർ പെർഫോമൻസ് ചെയ്യും. അവർക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് നമ്മൾ പ്രൈസും കൊടുക്കും. അപ്പം ചെയ്തു കഴിയുമ്പോഴത്തേക്ക് അത് അവർക്ക് ഭയങ്കര ഒരു സന്തോഷമായിരിക്കും. കാരണം ഷോ എന്ന് പറയുന്നത് ഇപ്പം ചെസ്റ്റ് നമ്പർ 1 ചെസ്റ്റ് നമ്പർ 2 അതൊക്കെ പണ്ടത്തെ ആയിരുന്നു. ഇപ്പം നമ്മൾ കുറച്ച് ലൈവായിട്ട് നമ്മൾ ചെയ്താൽ മാത്രമാണ് അവർക്കും നമ്മുടെ ഷോ കഴിഞ്ഞ ആൾക്കാർ വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മളെക്കുറിച്ച് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. പാട്ടിനെക്കുറിച്ചും നമ്മളെക്കുറിച്ചും ഒക്കെ അവർ പറയണം. അതാണ് ഇപ്പോഴത്തെ ഒരു ഷോയുടെ ഇത്. അപ്പം അത് ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് പല രീതിയിൽ ഞാൻ പല സ്ഥലത്തും കാണാൻ തുടങ്ങി. പിന്നെ ഞാൻ അതുപോലെ തന്നെ പാട്ട് പാടിപ്പിക്കും. അതും പല രീതിയിൽ പഠിപ്പിക്കുന്ന കണ്ടിട്ടുണ്ട്. നമ്മുടെ കൂട്ടത്തിലുള്ളവരൊക്കെ തന്നെ നമ്മളിത് ചെയ്യുന്ന കണ്ടിട്ട് വേറെ രീതിയിൽ ഒക്കെ അങ്ങനെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അതൊക്കെ പിന്നെ പണ്ട് മുതലേ ഇറങ്ങിയതാണ്, ഞാനൊന്നും അല്ല തുടങ്ങിയത്. എങ്കിൽ പോലും നമ്മൾ ചെയ്യുന്ന അതേ സ്റ്റൈലിൽ ചെയ്യുമ്പം നമുക്കത് മനസ്സിലാവും. ഞാൻ മാത്രം പണ്ട് മുതലേ ഉള്ളതല്ലേ, പാട്ടൊക്കെ എന്ന് മുതലേ ഉള്ളതാണ്. ആളുകൾ പണ്ടും പാടിപ്പിക്കുന്നുണ്ട്, ഇപ്പോഴും പാടിപ്പിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ചെയ്യുന്ന ഒരു സ്റ്റൈല് നമ്മൾ ചെയ്യുമ്പം അതേ സ്റ്റൈല് തന്നെ പിന്തുടർന്ന് ചെയ്യുമ്പം നമുക്കത് മനസ്സിലാവും സംഭവം അത് തന്നെയാണെന്നുള്ള കാര്യം. എനിവേ, പക്ഷേ കുഴപ്പമില്ല, നമുക്ക് എന്തെങ്കിലും ആ സമയത്ത് പെട്ടെന്ന് ഒരു നിമിഷം വരും, വേറെ സാധനം വരും. അപ്പോൾ നമ്മളത് ചെയ്യാറുണ്ട്. എങ്ങനെയാണ് ഓരോ പാട്ടിനും എന്തെങ്കിലുമൊക്കെ ഒരു സാധനം നമ്മൾ കൊടുക്കും. അത് കൊടുക്കുന്ന എപ്പോഴും നന്നായിരിക്കും. മായാമയൂരം പാടുന്ന സമയത്ത് ആ സമയത്ത് മാനസികമായിട്ട് ഒരുപാട് സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്നതൊക്കെ അന്ന് വാർത്തകളുണ്ടായിരുന്നു. ഐ മീൻ ഹിന്ദു ഒക്കെ അങ്ങനെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ശരിക്കും എന്തായിരുന്നു? പക്ഷെ നന്നായി പാടുകയും ചെയ്തു. മാനസികമായിട്ടുള്ള സംഘർഷം എന്ന് പറയുന്നത് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങളുടെ ഒരു തൊട്ടിൽപ്പാലം എന്ന് പറഞ്ഞൊരു ഗ്രാമം, അവിടെ നിന്നും അങ്ങനെ ഒന്നും ഒരു വലിയൊരു ഒരു ഗായകമായിട്ടുള്ള കലാപരമായിട്ടോ ഇതായിട്ടോ ഒന്നും അന്നത്തെ സമയത്ത് അങ്ങനെ ആരും അങ്ങനെ വന്നിട്ടില്ല. മുഖ്യധാരയിലേക്ക് ആരും വന്നിട്ടില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു ഡെസ്റ്റിനി എന്ന് പറയുന്നത് അതാണെങ്കിൽ പോലും നമുക്ക് കൂടുതലൊക്കെ നമ്മൾ പോയേക്കുന്ന മാക്സിമം കോഴിക്കോട് ആ ഒരു ചുറ്റാവട്ടത്തിലുള്ള പരിപാടികളായിരുന്നു കംപ്ലീറ്റ്. അത് വിട്ടിട്ട് നമ്മളൊരു വലിയൊരു ഏഷ്യാനെറ്റ് പോലത്തെ വലിയൊരു ചാനലിലേക്ക് നമുക്ക് സെലക്ട് കിട്ടുകയും നമ്മളതിൽ വരികയൊക്കെ ചെയ്തപ്പോഴത്തേക്കും എനിക്ക് ആദ്യ സമയത്ത് ഭയങ്കര പേടിയായിരുന്നു. എന്നിട്ട് പേടിയായിട്ട് ഞാൻ എൻ്റെ നാട്ടിലുള്ള എൻ്റെ ഒരു കൂട്ടുകാരൻ സുമിത്ത് എന്ന് പറഞ്ഞ ഞാൻ അവനെ കൂട്ടിക്കൊണ്ട് വന്നു. എൻ്റെ കൂട്ടത്തിൽ താമസിച്ചിട്ടപ്പം ഞാൻ ഏഷ്യൻ്റെ അവരുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, ജോബി മാത്രം നിൽക്കി, എന്നാലും നമുക്ക് റൂംസിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു എനിക്ക് ഇച്ചിരി പേടിയാണ്, ഇച്ചിരി ഫിയറാണ്. അപ്പോൾ കൂട്ടത്തിൽ 2 ദിവസം കഴിഞ്ഞിട്ട് പുള്ളി പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ 2-3 ദിവസം കഴിഞ്ഞിട്ട് പുള്ളി ഓരോ ദിവസം ചെല്ലും തോറും പുള്ളി ഞാൻ പൊക്കോട്ടെ എന്ന് ചോദിക്കും, പോലടാ എനിക്ക് പേടിയാടാ എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിയെ വിടാതെ നമ്മൾ പിടിച്ച് നിർത്തി. അതിനുശേഷം പിന്നെ ലാസ്റ്റ് എൻ്റെ ഒരു ചേട്ടൻ വന്നു കഴിഞ്ഞപ്പോഴാണ് പുള്ളി നാട്ടിലേക്ക് പോയത്. ചേട്ടൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞിട്ട് ചേട്ടൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ചേട്ടാ എനിക്ക് പേടിയാണ്. ചേട്ടൻ വന്ന ദിവസം ഷൂട്ട് നടക്കാം, എനിക്ക് ഫസ്റ്റ് പാട്ട് പാടാൻ നേരത്തെ എൻ്റെ കൈയും കാലും പറിച്ചിട്ട് നിൽക്കത്തില്ല. പിന്നെ പുള്ളി ചെവിയിൽ നല്ലൊരു മന്ത്രം
അങ്ങനെ ഒരു പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞാൻ പിന്നെ നേരെ കയറി പാട്ടങ്ങ് പാടുമായിരുന്നു. എനിക്കറിയില്ല എങ്ങനെ, പക്ഷേ വളരെ ഭംഗിയായിട്ട് എനിക്ക് ഒരു ഫസ്റ്റ് ഇമ്പ്രഷൻ ആണല്ലോ, അത് ഏറ്റവും ബെസ്റ്റായിട്ട് കൊടുക്കാൻ എനിക്ക് പറ്റി. അവിടെയായിരുന്നു നമ്മുടെ തുടക്കവും. ഞാനാണ് എനിക്ക് തോന്നുന്ന ഒരു 10,000-15,000 എൻട്രി ഫോം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അത്രയും ആളുകളുടെ അടുത്തുനിന്നാണ് ഈ സ്റ്റാർ സിംഗറിൻ്റെ അകത്തു നിന്നുള്ള ആളുകളെ സെലക്ട് ചെയ്തത് അവർ. ഞാൻ ഫസ്റ്റ് ടൈമാണ്, എനിക്ക് ഫസ്റ്റ് ടൈമിൽ തന്നെ സെലക്ഷൻ കിട്ടുകയും ചെയ്തു. ഞാൻ അതിൽ 50ാമത്തെ ആളായിട്ടാണ് പാടുന്നത്. ഏറ്റവും അവസാനത്തെ ആളാണ് ഞാൻ മായാമയൂരം പാടിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത റൗണ്ടിൽ ആദ്യത്തെ റൗണ്ടിൽ വന്ന് പാടുകയും ചെയ്തു. കാരണം ആ റൗണ്ട് കഴിഞ്ഞപ്പം എനിക്കായിരുന്നു ആ റൗണ്ടിൽ ഏറ്റവും വലിയ മാർക്ക് കൂടുതൽ. അപ്പം അതുകൊണ്ട് റൗണ്ടിൽ മാർക്ക് കൂടുന്നവരെ ആദ്യം പാടിപ്പിക്കും. അടുത്ത റൗണ്ട് വന്നപ്പം ഫസ്റ്റ് റൗണ്ടിൽ ഞാൻ പാടുകയും ചെയ്തു. അന്ന് ഫൈനലിസ്റ്റ് ആയി വന്ന 5 പേരില്ലേ, അവരൊക്കെ ആയിട്ടിപ്പോൾ എല്ലാവരുമായിട്ടും നല്ല ഇതുണ്ട്. കാരണം പലപ്പോഴും പല ഷോസിലും ചിലപ്പോൾ ഞങ്ങൾ രണ്ടുപേരൊക്കെ ഒരുമിച്ച് വരാറുണ്ട്. ഞാനും അഞ്ചു ഒരുപാട് പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ശ്രീനാഥുമായിട്ട് 1-2 പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. പിന്നെ കാരണം ഞങ്ങൾ ഒരേ ഇതായതുകൊണ്ട്, ഒരേ ഇതും കാര്യങ്ങളാക്കി ആയതുകൊണ്ട് കൂടുതലും ഫീമെയിൽ സിംഗേഴ്സായിട്ട് അവർ. പ്രീതി വാര്യർ പുള്ളിക്കാരിയായിട്ട് കുറേ ഷോസ് കുവൈറ്റിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് വിദ്യാശങ്കറായിരുന്നു. വിദ്യാശങ്കറായിട്ട് കണ്ണൂർ ഒരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഇടയ്ക്ക് കാണാറുണ്ട്, കൂടാണ്ട് ഞങ്ങൾക്ക് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്, സംസാരിക്കാറുണ്ട്. ഇപ്പൊ ശ്രീനാഥ് മ്യൂസിക് ഡയറക്ടറായി മാറി. അതെ. അഞ്ജു അവരുടെ ഓൺ ബാൻഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി. ഈ വിദ്യാശങ്കറും പ്രീതിയും ഒക്കെ ഇപ്പൊ എന്ത് ചെയ്യുന്നു? അവരൊക്കെ ഈ മ്യൂസിക് ഇൻഡസ്ട്രി തന്നെ ഉണ്ട്. അവരുടെ ഓൺ ജേർണീസ് ഓരോ ആയിട്ടുണ്ട്. വിദ്യാശങ്കർ വേറെ എന്തോ റേഡിയോ അങ്ങനെ എന്തുള്ളൂ പുള്ളി ഓൾറെഡി ഒരു ബാങ്ക് മാനേജറും അങ്ങനെയൊക്കെ ആയിരുന്നു പുള്ളിക്കാരൻ. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ പാട്ടൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. പ്രീതിയും അതുപോലെ തന്നെ ബോംബെയിലാണ് പുള്ളിക്കാരൻ. റീറ്റെയിൽ ഇൻഡസ്ട്രിയിലൊക്കെ കഴിഞ്ഞിട്ടല്ലേ. അവരൊക്കെ ആ ഒരു ഹ്യൂമൻ വർക്കും പ്ലസ് ഇതുമായിട്ടാണ് അവർ അന്നും അങ്ങനെ തന്നെയായിരുന്നു. ഫുൾ ടൈം ആയിട്ട് മ്യൂസിക്കായിട്ടാണ് നടന്നിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഞാൻ ശ്രീനാഥും അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട്. നമ്മളെപ്പോഴും അങ്ങനെ തന്നെ ഉണ്ട് ഇപ്പോഴും. ഈ ശ്രീനാഥ് മറ്റേ കുട്ടനാടൻ ബ്ലോഗിലൂടെയാണല്ലോ സംഗീത സംവിധായകനായത്. ആ സമയത്ത് വിളിക്കലും അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് ഫ്ലഗ് പറയലൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കലും പറയലും എല്ലാവരും ഒക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഓരോരുത്തരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകുമ്പം അങ്ങനെ ഇതായിട്ടിരിക്കും. ഈ കവർ ഉണ്ടാക്കുന്ന പാട്ടിന് കവർ ഉണ്ടാക്കുന്ന ഒരു ട്രെൻഡ് തുടങ്ങിയല്ലോ, അതിനെ എങ്ങനെയാ ഉൾപ്പെടുത്തിയത് ഷോകളിലൊക്കെ? കാരണം 2 വിമർശനം വന്നില്ല. അതായത് കവർ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ പാട്ടിനെ നശിപ്പിക്കേണ്ടെന്നൊരു വേർഷൻ വന്നു. എന്നാൽ കവർ സോങ് കൊണ്ട് ആളുകൾ തിരിച്ചു കേൾക്കാൻ പോയ ഒറിജിനൽ വേർഷൻസിന്റെ പാട്ടുകളും ഉണ്ടായിരുന്നു. അങ്ങനെയും സംഭവിച്ചിട്ടുണ്ട്. എങ്ങനെയാ അതിനെ ഗാനമേളയിലേക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ഓൺ ഷോസിലേക്കൊക്കെ ഉൾപ്പെടുത്തിയത്? കവർ സോങ്സ് എപ്പോഴും ഞാൻ മനസ്സിലാക്കുന്ന വെച്ചാൽ കവർ സോങ്സുകൾ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു മ്യൂസിക് ഡയറക്ടർ ഉണ്ടാക്കി വെച്ചൊരു സോങ് ആണല്ലോ അത്. ഇപ്പോൾ ഞാനിപ്പോൾ പറയുകയാണ്, എനിക്കിപ്പം ഞാൻ സ്റ്റാർ സിംഗർ കഴിഞ്ഞിട്ട് 15 വർഷമായി. അപ്പോൾ എന്നെ ഇപ്പോൾ ഉള്ളൊരു ജനറേഷൻ അറിയണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 25, 24, 23 വയസ്സുള്ള ഒരാൾക്ക് മാത്രമാണ് എന്നെ അറിയാൻ പറ്റുള്ളൂ. കാരണം അന്നത്തെ ഷോസ് ഞാൻ കണ്ടിട്ടുള്ള അത് വെച്ചിട്ടാണ് നമ്മളെ അവർ മനസ്സിലാക്കണം. അല്ലെങ്കിൽ അവർ നമ്മളെ കയറി ഇനി പോസ്റ്റ് എങ്ങാനും കണ്ടാൽ അവർ ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്ത് ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കൊക്കെ നോക്കി ചിലപ്പോൾ അങ്ങനെ മനസ്സിലാക്കാം. എനിവേ അവർക്ക് ആ ഒരു പ്രായത്തിലുള്ളവർക്കാണെങ്കിൽ നമ്മൾ ആ പണ്ടത്തെ ഓർമ്മകൾ വരത്തുള്ളൂ അല്ലേ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ പഴയ മ്യൂസിക് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് ഇവിടെ. ജോൺസൺ മാഷും രവീന്ദ്ര മാഷും അതുപോലെ തന്നെ ബോംബെ രവി സാറ്, എല്ലാറ്റിലും ഉപരി നമ്മുടെ സ്വന്തം എന്താ പറയുക അർജുനൻ മാഷ്, എന്താ പറയുക ദേവരാജൻ മാഷ് ഇവരൊക്കെ ചെയ്തു വെച്ചിട്ടുള്ള ഒരുപാട് നല്ല പാട്ടുകളുണ്ട്. അപ്പം ഇതിനെയൊക്കെ ഒന്ന് പൊടി തട്ടി പുതിയൊരു തലമുറയിലേക്ക് അത് കൊണ്ടുവരിക എന്ന് പറയുമ്പോഴത്തേക്കും അതുപോലെ പാടി വെച്ചാൽ ചിലപ്പം വർക്കാവില്ല. അപ്പം ഇപ്പോഴത്തെ മ്യൂസിക്കിനനുസരിച്ച് ആ പാട്ടിനെ കൊല്ലാതെ, അങ്ങനെ തന്നെ പറയുകയാണ്, ആ പാട്ടിനെ കൊല്ലാതെ എന്താണോ ചെയ്തു വെച്ചെങ്കിൽ അതിന് കുറച്ചൊരു പൊടിപ്പും തൊങ്ങലൊക്കെ വരുത്തി അത് നല്ല രീതിയിൽ അത് പ്രസൻറ്റ് ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം നല്ല മ്യൂസിക്കാണ്, നല്ല രാഗത്തിൽ ചിട്ടപ്പെടുത്തി വെച്ചിട്ടുള്ള നല്ല വരികളാണ്. അത് നല്ല രീതിയിൽ നല്ലൊരു പ്രസൻ്റലി
ഒരു മ്യൂസിക്കിൽ അത് നമ്മളത് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയുണ്ടാകും, നല്ല രസമുണ്ടാകും എന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഞാനും അത് ചെയ്യാറുണ്ട്. ഒരിക്കലും അതിനെ പാട്ടിനെ കൊല്ലുന്ന രീതിയിൽ നമ്മൾ ചെയ്യാറില്ല. നമ്മളതിനെ എപ്പോഴും എന്താണോ പാടി വെച്ചത് അത് തന്നെ പാടി കുറച്ച് ഫീലൊക്കെ കൊടുത്ത് താളത്തിൻ്റെ സ്പീഡൊക്കെ ഒന്ന് കുറച്ച് നമ്മളത് ചെയ്യാറുണ്ട്. സ്വയം അങ്ങനെ കൊടുത്ത് ഏറ്റവും ഇഷ്ടം തോന്നിയ കവർ ഏതാ സ്വയം ഉണ്ടാക്കി? എനിക്ക് അങ്ങനെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം, ഞാനൊരു കവറായിട്ട് അങ്ങനെ ചെയ്തിട്ടില്ല. ഞാൻ എന്താണോ പാടി വെച്ചത് അങ്ങനെ തന്നെ ഞാൻ പാടിയിട്ടുള്ളത്. അപ്പം എനിക്കിപ്പം രാവിൻ നിലാക്കായൽ എന്ന് പറഞ്ഞൊരു പാട്ട് ഞാൻ പാടിയിട്ടുണ്ട് കവർ വേർഷനായിട്ട്. അതെങ്ങനെ? രാവിൻ നിലാക്കായലോളം തുളുമ്പുന്നു, നാണം മയങ്ങും പൊന്നാമ്പൽ പ്രേമാർദ്രമാകുന്നു, പള്ളിത്തേരിൽ നിന്നെ കാണാൻ വന്നെത്തുന്നു, വെള്ളിത്തിങ്കൾ രജനീഗീതങ്ങൾ പോലെ വീണ്ടും കേൾപ്പൂ, സ്നേഹവീണാനാദം അഴകിൻ പൊന്തൂവലിൽ നീ കവിതയോ പ്രണയമോ രാവി. അത് ദാസേട്ടൻ പാടിയൊരു വളരെ മനോഹരമായിട്ടുള്ളൊരു പാട്ടാണ്. നമ്മുടെ മഴവില്ലിലെ നമ്മുടെ മോഹൻ സിത്താർ സാറിൻ്റെ പാട്ടാണ്. നല്ല വരികളും ആയിട്ടുള്ളൊരു പാട്ടാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു പാട്ടാണ്. അപ്പം എനിക്കിഷ്ടമുള്ള പാട്ടുകളൊക്കെ പാടിയിടാറുണ്ട്. ആ പാട്ട് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നിറങ്ങളേ അത് പാടിയിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കണ്ണേ കലൈമാനെ, അങ്ങനെ എനിക്കിഷ്ടമുള്ള കുറേ പാട്ടുകൾ ഞാൻ അങ്ങനെ പാടിയിട്ടിട്ടുണ്ട്. പിന്നെ വേറൊരു ഇത് ആരും വിരൽ മീട്ടി മനസ്സിൻ മൺവിലയിൽ അത് ഇട്ടിട്ടുണ്ട്. അങ്ങനെ കുറച്ച് പാട്ടുകൾ ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ പറയുന്നത് വെച്ചാൽ ഞാൻ കൂടുതൽ അതിലേക്കൊന്നും അങ്ങനെ ഇത് തന്നെ ഒരു ഇതാക്കാൻ വേണ്ടി കുറേ കഴിയുമ്പോൾ നമുക്കൊരു ഇതാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്ക് നമുക്ക് കുറേ പാട്ടിനോടൊരു ഇഷ്ടം തോന്നുമ്പോൾ നമ്മൾ ഒരുമിച്ചിരുന്ന് ചെയ്യും, അങ്ങോട്ട് കയറ്റിവിടും. എല്ലാ കാര്യത്തിലും ഇച്ചിരി പുറകോട്ടാ ഈ ഒരു കാര്യത്തിലൊക്കെ. പക്ഷെ സ്വയം ഭയങ്കര കോൺഫിഡൻസും ഭയങ്കര സിമ്പിളും ആണല്ലോ. അങ്ങനെയൊന്നുമില്ല. കോൺഫിഡൻസ് നമുക്കില്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഒന്നും ആകാനാകത്തില്ലല്ലോ ബ്രോ. അധികം കോൺഫിഡൻസ് ഒന്നും ഇല്ലാത്ത ആളായിരുന്നില്ലേ ഷോ ഒക്കെ തുടങ്ങുന്ന സമയത്ത്? ഷോയൊക്കെ തുടങ്ങുന്ന സമയത്ത് കോൺഫിഡൻസ് ഒക്കെ കുറച്ച് കുറവായിരുന്നു. പിന്നെ ഞാൻ നല്ലൊരു ദൈവവിശ്വാസിയാണ്. ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസം, ആ ദൈവം എന്നെ ശക്തീകരിക്കും, എന്നെ ബലപ്പെടുത്തും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കോൺഫിഡൻസ് ആണ് എനിക്കുള്ളത്. ഇതുവരെ നമ്മൾ പോയെടുത്തൊന്നും ദൈവം നമ്മളെ താഴെ ഇട്ടിട്ടില്ല. അപ്പോൾ ആ ഒരു ഇതിലാണ് നമ്മുടെ ജീവിതവും നമ്മളുടെ പോക്കും ഇതുമെല്ലാം. കോവിഡ് വന്ന സമയത്ത് ഈ ഷോകളൊക്കെ കുറഞ്ഞ സമയത്ത് അല്ലാത്ത ഒരു സാമ്പത്തിക ഞെരുക്കത്തിലൂടെ കടന്നു കൊണ്ടുപോകുന്നു. തീർച്ചയായിട്ടും അത് നമ്മളെ ഭയങ്കരമായിട്ട് ഈവൻ ഫിസിക്കലിയും മെൻ്റലി എല്ലാം നമ്മൾ ഒരുപാട് തകർത്തൊരു സംഭവമാണ്. കാരണം ഞാനൊരു 9 ദിവസം ഇത് വെച്ചിട്ട് മാസ്ക് അല്ല, ഐ മീൻ ഓക്സിജൻ വെച്ച് കടന്നതാണ് ഈ റിനേ മെഡിസിറ്റിയിൽ എറണാകുളത്ത് 9 ദിവസം. എനിക്ക് എപ്പോഴും ഓർക്കുന്നതെന്ന് വെച്ചാൽ ശ്വാസം എടുക്കാൻ പറ്റത്തില്ല. ശ്വാസം എവിടുന്നോ കിട്ടുന്ന ഏതോ ലോകത്തെ ശ്വാസം ഇരിപ്പുണ്ട്, അത് ഇച്ചിരി കിട്ടിയെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നുന്ന ഒരവസ്ഥയിലൂടെ പോകുന്ന ഒരാളെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. അതായത് അവിടെ ശ്വാസം ഇരിപ്പുണ്ട്, എനിക്ക് അവിടെ കൈ എത്തിച്ച് അവിടെ എത്തിയാൽ എനിക്ക് ആ ശ്വാസം കിട്ടും. അത്ര ആഗ്രഹത്തോടു കൂടി നമ്മൾ ആ ശ്വാസത്തിന് വേണ്ടിയിട്ട് ഇതാക്കിയിട്ടുണ്ട്. ഞാനിപ്പോഴും അതിൻ്റെ ബാത്റൂംസിലൊക്കെ ഞാൻ കയറി, കാരണം എൻ്റെ കൂടുതൽ എൻ്റെ ഫാമിലി ഉണ്ട്. അപ്പം ഇവർക്കിത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബാത്റൂമിൽ കയറിയിട്ട് ഈ ജനലുണ്ടല്ലോ അതിങ്ങനെ പിടിച്ച് വലിച്ച് പൊന്തിച്ചിട്ട് ഇങ്ങനെ എടുക്കുമായിരുന്നു. കാരണം അവിടെ ആയിരിക്കും ഈ ശ്വാസം ഉണ്ടാകുക എന്നുള്ള ചിന്തയിലേ. ശ്വാസം എല്ലാ സ്ഥലത്തും ഉണ്ട്, പക്ഷെ അത്രത്തോളം നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒരു 9 ദിവസം 10 ദിവസമായപ്പോഴത്തേക്ക് നമ്മളങ്ങ് റിക്കവറായി സെറ്റായി വന്നു. മരണത്തെ മുഖമുഖം കണ്ടു. തീർച്ചയായിട്ടും, ഡെഫിനറ്റ്ലി
മുഖാമുഖം കണ്ടു. രണ്ടാമതൊരു ജന്മം. എനിക്ക് തോന്നുന്ന ഒരു 6 മാസം എടുത്ത് ഞാൻ പാടാൻ വേണ്ടി തിരിച്ച് വരാൻ. ഞാൻ ഒരു ലൈൻ പാടിയിട്ട് കരഞ്ഞുകൊണ്ട് സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 10-500 പാട്ട് സ്ഥിരം റെക്കോർഡിങ്സ് ഒരുപാടുണ്ടാവുന്നത്. ഒരു ലൈൻ പാടിയിട്ട് തിരിച്ച് കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഒരു 10-15 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ആ പാട്ട് പാടാൻ വേണ്ടി പോയി. അപ്പോൾ അവിടെ ചെന്നിട്ട് പിന്നെ അതേ സ്ഥിതിയിൽ തന്നെയാണ്. അപ്പോൾ അവർക്കും ഒരു വിഷമം തോന്നിയിട്ട് പിന്നെ നമ്മളതെല്ലാം കട്ട് ചെയ്ത് ഓരോ ലൈൻ പാടി. നല്ലൊരു റെക്കോർഡിസ്റ്റിനുണ്ട്, അയാളത് കട്ട് ചെയ്ത് ആ പാട്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഓരോ ലൈന് പാടി പുള്ളിക്ക് ഞാൻ പാടണമെന്ന് വലിയ നിർബന്ധവും. അങ്ങനെ പിന്നെ അതങ്ങ് പാടി തീർത്തതേ ഉള്ളൂ. കുറേ സമയമെടുത്തു. കഠിനമായ പ്രാക്ടീസ്, കഠിനമായ വോക്കൽ എക്സസൈസ് ഒക്കെ ചെയ്തിട്ടാണ് പിന്നീട് ആ പഴയ ഇതിലേക്ക് വരാൻ വേണ്ടി പറ്റിയത്. അങ്ങനെ വലിയൊരു സംഭവം നമുക്കങ്ങനെ. എനിക്കിത് വന്നത് സെക്കൻഡ് വേവിലാണേ. അതൊന്നും ഭയങ്കര ഡേഞ്ചർ സിറ്റുവേഷനാണ്. ആളുകൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇതുമില്ല. എനിക്ക് വീട്ടിലെല്ലാവർക്കും വന്നു. അപ്പം ആർക്കും നമ്മളെ ഒന്ന് കാണാൻ പോലും ആർക്കും വരാൻ പറ്റാത്തൊരു സ്ഥിതിയായിപ്പോയി. അങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷത്തിലൂടെയാണ് കടന്നുപോയത്. ഈ ഐഡിയശാസ്ത്രത്തിൽ നിന്ന് കിട്ടിയ ഗപ്പ് എവിടെ ഇരിക്കുന്നു? ഗപ്പ് ഇപ്പം എല്ലാം എൻ്റെ നാട് കോഴിക്കോട്, ഈ പറഞ്ഞ കാവലുംപാറ, അവിടെയാണ് വീട്. അപ്പം വീട്ടിലിരിക്കുകയാണ് ഗപ്പുകളെല്ലാം. വീട്ടിലിപ്പം ഇടയ്ക്ക് അമ്മ അവിടെ ഉണ്ടാകാറുണ്ട്, ഇടയ്ക്ക് ഞങ്ങളവിടെ പോകാറുണ്ട്. അപ്പം ഇരിക്കുന്നിടത്തോളം കാലം അവിടെ ഇരിക്കട്ടെ. നാട്ടുകാരെ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്നുണ്ട്, പക്ഷെ ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. ഈ വീട്ടിൽ പോയി ആ ഷോക്കേസിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു വലിയ കാലഘട്ടം ഇങ്ങനെ ഷോറീൽ പോലെ പോകും. പിന്നെ ഒരു ഷോക്കേസ് കുറേ ഉണ്ട്, അത്യാവശ്യം റൗണ്ട് ചുറ്റി തന്നെ ഉണ്ട് അത്യാവശ്യം. കാരണം പല സ്ഥലത്തു നിന്ന് കിട്ടിയതും. ഞാൻ എൻ്റെ മൂന്നാം ക്ലാസ്സിൽ മുതൽ തുടങ്ങിയ പരിപാടിയത് പാട്ട്. അവളെ തൊട്ടാണ് തുടങ്ങിയത്. കുഞ്ഞിക്കിളിയെ കൂടെവിടെ എന്ന് പറഞ്ഞൊരു പാട്ട് പാടിയാണ് ഞാൻ സ്റ്റേജിൽ കയറിയത്. ആദ്യത്തെ പാട്ടാണ് എൻ്റെ. കുഞ്ഞിക്കിളിയെ കൂടെവിടെ, കുഞ്ഞോമന നീ കൂടെവിടെ, നിന്റെ കൂട്ടിൽ നീ എൻ്റെ കൂട്ടിൽ നീ പോരാമോ, കുഞ്ഞിക്കിളി. ആ പാട്ട് പാടി ഒരു 4 ലൈൻ പാടി കഴിഞ്ഞാൽ മറന്നുപോയി. അങ്ങനെ ആ സ്റ്റേജിൽ നിന്ന് കരഞ്ഞ് ആ ടീച്ചർ എന്നെ എടുത്തുകൊണ്ട് പുറത്ത് കൊണ്ടുവന്നു. മോനെ കുഴപ്പമില്ല, അടുത്ത സ്റ്റേജിൽ നമുക്ക് നന്നായി പാടാം. അവിടെ നിന്നായിരുന്നു നമ്മുടെ തുടക്കം. അതിനുശേഷം പിന്നെ നമ്മൾ പാട്ടുകൾ, പിന്നെ ലളിതഗാനത്തിലും മറ്റു കാര്യങ്ങൾക്കൊക്കെ നമ്മൾ പങ്കെടുത്ത്. അതിനുശേഷം പിന്നെ എറണാകുളത്ത് ഇവിടെ ഈ പലാരിവട്ടത്ത് ഇവിടെ ഡോൺ ബോസ്കോ കൾച്ചർ സെൻറ്റർ എന്ന് പറഞ്ഞൊരു, നമ്മൾ ക്രിസ്ത്യൻസ് ആയിട്ടുള്ള കുട്ടികളെയൊക്കെ അവർ ഈ കലാപരമായിട്ടുള്ള പാടാനും കൊട്ടാനും ഒക്കെ ഉള്ള എല്ലാവരും അവരെ വളർത്തിക്കൊണ്ട് വരുന്നൊരു സ്ഥാപനമാണ്. അവിടെ ആ ബോർഡിംഗ് സ്കൂളാണ്. അവിടെ വന്നിട്ട് നമ്മൾ ഒരു 5 വർഷം സംഗീതം പഠിച്ചു. അവിടെ നമ്മൾ കീബോർഡ്, തബല, ഡ്രംസ് ഇതൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യും. അപ്പം അവിടുന്ന് മ്യൂസിക് വോക്കൽ ട്രെയിനിങ് ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് പഠിച്ചു. അതിനുശേഷം പിന്നെ നാട്ടിൽ പോയി. പിന്നെ സാധാ നോർമൽ +2 ഡിഗ്രി. ഈ സമയങ്ങളിലൊക്കെ +2-ലൊക്കെ സ്റ്റേറ്റിൽ ലൈറ്റ് മ്യൂസിക്കിന് ഫസ്റ്റ് ആയിരുന്നു. കാലിക്കറ്റ് ഇൻ്റർസോണിൽ ഞാൻ ലൈറ്റ് മ്യൂസിക്കിൽ വിന്നറായിരുന്നു. പിന്നെ ഇവിടെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇവിടെ എറണാകുളം തൃപ്പൂണിത്തുറ ഉപജില്ല കലാപ്രതിഭയായിരുന്നു. അങ്ങനെ ചെറുപ്പകാലങ്ങളിൽ നമ്മൾ ഈ പാട്ടും കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. അതിന് ശേഷമാണ് നമുക്കൊരു 20 ഇയേഴ്സൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമുക്ക് സ്റ്റാർ സിംഗർ എന്ന് പറഞ്ഞൊരു വേദി ഒരുക്കി കിട്ടിയത്. അത് പുറകെ കുറേ നടന്നു, പാട്ടുമായിട്ട് കുറേ നടന്നതിന് ശേഷം 27-ാം വയസ്സിലോ സ്റ്റാർ സിംഗർ തുടങ്ങുന്നത്? 27, ഞാൻ 26, 27 അതിൻ്റെ ഉള്ളിലാണ്. 27 വയസ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വിൻ ചെയ്തു. ഇനി പാട്ടുകൊണ്ട് ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? മ്യൂസിക്കിൽ പാട്ടുകൾ, ഒരുപാട് പാട്ടുകൾ പാടണം, ഒരുപാട് ജനങ്ങളുടെ മുമ്പിൽ പെർഫോം ചെയ്യണം. അതാണ് എൻ്റെ ഒരു വലിയ ആഗ്രഹം. ഒരു സ്റ്റേഡിയം ഫുള്ളും നമ്മൾ കവർ ചെയ്തിട്ട് അതിൻ്റെ മുന്നിൽ നിന്നിട്ട് നമ്മൾ പെർഫോം ചെയ്യണം. അതൊക്കെ വലിയ ആഗ്രഹങ്ങളാണ്. പിന്നെ വേറെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്.
അപ്പൊ അതിന്റെ അത്രയും നമ്മൾ അതിന് മുന്നിലേക്ക് പറയണമെങ്കിൽ അതിന് ഒരുപാട് കടമ്പകളുണ്ട്, അധ്വാനമുണ്ട്. നമ്മൾ ആ ലെവലിൽ നമ്മൾ സെലിബ്രിറ്റി ആകണം, ആ ലെവലിലേക്ക് നമ്മൾ കയറി വരണം. അതുകൊണ്ട് ഞാൻ ഒറ്റ വാക്കിൽ അതങ്ങനെ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അത് എത്തണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് നമുക്കറിയാം. ഇപ്പൊ ഒരുപാട് സെലിബ്രേറ്റ് ആവുന്ന ഇൻഡിപെൻഡന്റ് മ്യൂസീഷ്യൻസും അതുപോലെ സിംഗേഴ്സ്, റാപ്പേഴ്സ് ഒക്കെ ഉണ്ടല്ലോ. ഇപ്പൊ വേടൻ, ഡാപ്സി, കുറെ പേര്, അതായത് ആർക്കും അങ്ങനെ ലഭിക്കാത്ത, അതായത് പിന്നണി ഗായകർക്ക് മാത്രം ലഭിച്ചിരുന്ന ഒരു കാര്യം, അങ്ങനെ സിനിമാ പാട്ടുകളിലൂടെ അല്ലാതെ സെലിബ്രേറ്റ് ആവുന്ന ആളുകൾ. ഇപ്പൊ നീരജ് മാധവ് റാപ്പർ എന്ന രീതിയിൽ ഇപ്പോഴത്തെ ജനറേഷൻ അറിയുന്നത് നടനായിട്ടും. അപ്പം അതൊരു പുതിയ സാധ്യതയായിട്ട് തോന്നുന്നു കേട്ടിട്ടുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും ഇവിടെ എല്ലാവർക്കും സ്പേസ് ഉണ്ടെന്നേ, എല്ലാവർക്കും സ്പേസ് ഉണ്ട് ഇവിടെ. ഇപ്പോൾ ആർക്കും ഇപ്പം ഓരോരുത്തർക്കും ഈ കപ്പാസിറ്റി, ഓരോരുത്തരുടെ മ്യൂസിക് കപ്പാസിറ്റി അല്ലെങ്കിൽ ഓരോരുത്തരുടെ അവർ മനസ്സിലാക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ പല രീതിയിലല്ലേ, പല രീതിയിലാണ് ഓരോരുത്തർ മനസ്സിലാക്കുന്നത്. ഞാൻ ചിന്തിക്കുന്ന മ്യൂസിക് ആയിരിക്കത്തില്ല നിങ്ങൾ ചിന്തിക്കുന്നത്, നിങ്ങൾ ചിന്തിക്കുന്ന മ്യൂസിക് ആയിരിക്കത്തില്ല പുള്ളി ചിന്തിക്കുന്നത്. ഓരോരുത്തർക്കും ഓരോരോ ചിന്തകളിലും മ്യൂസിക് പലതരത്തിലാണ് അവരെ സ്വാധീനിക്കുന്നത്. ഇപ്പം എൻ്റെ വീട്ടിലാണെങ്കിൽ തന്നെ എൻ്റെ മോനൊക്കെ കൂടുതൽ ഇഷ്ടം ഈ പറയുന്നത് പോലെ എന്താണ് നേരത്തെ പറഞ്ഞില്ലേ, ഫെജോയുടെ പാട്ടാണ് പുള്ളിക്കാരന് ഇഷ്ടം. അതുപോലെ തന്നെ എൻ്റെ ഇളയ മോന് ഈ പറഞ്ഞതുപോലെ വേടൻ്റെ പാട്ടാണ് ഇഷ്ടം. അപ്പൊ അത് പലർക്കും പല ഇതാണ്. മക്കൾക്ക് അറിയോ ഇങ്ങനെ പണ്ടൊരു വലിയ റിയാലിറ്റി ഷോ താരമായിരുന്നു അച്ഛൻ? ഇപ്പൊ അവർക്കറിയാം, കാരണം ഞാൻ പ്രോഗ്രാംസിനൊക്കെ കൊണ്ടുപോകുമ്പം ഇവര് കൂടുതൽ വരാറുണ്ട്. അപ്പം നമ്മൾ ഈ ഇതും സാധനങ്ങളെല്ലാം ഇട്ടൊക്കെ വരുന്ന ആൾക്കാരൊക്കെ നമ്മൾ ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവർക്കറിയാം. പിന്നെ അവർ യൂട്യൂബിലൊക്കെ ഇരുന്ന് അവർ ഞാനില്ലാത്ത സമയത്തൊക്കെ ഇരുന്ന് കാണാറുണ്ട്. അപ്പം അതൊക്കെ അവർക്കറിയാം. പക്ഷെ ഇപ്പോഴത്തെ മ്യൂസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും അതിനെ ഇതാക്കുന്നത്, എനിക്കും ഇഷ്ടമാണ്, ഞാൻ കേൾക്കാറുണ്ട്. എൻ്റെ പരിപാടിക്കും എൻ്റെ പ്രോഗ്രാമിനൊക്കെ ഞാൻ നമ്മുടെ ബാൻഡ് ഓഫ് തില്ലാന എൻ്റെ ബാൻഡ്, നമ്മുടെ പരിപാടിക്ക് വരുമ്പോഴും നമ്മൾ ഒരു 3-4 പാട്ട് കഴിയുമ്പോൾ എടാ മറ്റേ സാധനം ഇട്, ഞാൻ പാടാറില്ല, മറ്റേ സാധനം കയറണം കേട്ടോ, കൂടത്തുള്ളൂ കയറിക്കോട്ടെ എന്ന് പറയും. അല്ലെങ്കിൽ അടുത്ത പാട്ട് അത് വേണം, അത് ഉണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഷോയ്ക്ക് താകത്തുള്ളൂ. നമ്മൾ കാലത്തിനനുസരിച്ച് നമ്മൾ സഞ്ചരിക്കാന്നല്ലാതെ ഞാൻ പണ്ട് മറ്റേ ഇതാണ് മറ്റേ ചെമ്മാങ്കുടിയാണെന്ന് പറഞ്ഞ് ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. കാലം എന്താണോ ഇപ്പോഴത്തെ എന്താണോ ട്രെൻഡ് എന്താണോ അതിനനുസരിച്ച് സഞ്ചരിക്കാമെന്ന് മാത്രമാണ് എൻ്റെ ഇത്. പിന്നെ സംഗീതം നമുക്ക് ഉള്ളിലുണ്ടാകണം, ആര് പാടിയാലും അത് സംഗീതമായിരിക്കണം. അവരാരും നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ല, പക്ഷേ അതിൻ്റെ അകത്തൊക്കെ നമ്മളൊക്കെ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് അവിടെ എത്തിയെന്നുള്ള കാര്യങ്ങൾ എല്ലാവരും ഓർക്കുന്നതൊക്കെ ഇതാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ 3ാം ക്ലാസ്സിൽ മുതൽ നമ്മൾ പഠിക്കുക, എറണാകുളത്ത് നിന്ന് കഷ്ടപ്പെട്ട് പഠിച്ച് നാട്ടിൽ വന്ന് പിന്നെയും പഠിച്ച് അങ്ങനെ എൻ്റെ 26-27 വയസ്സിലാണ് നമ്മൾ സ്റ്റാർ സിംഗർ ആകുന്നത്. ഏറ്റവും അധികം ആൾക്കാർ ചോദിച്ചിട്ടുള്ള ചോദ്യമായിരിക്കും, എന്നാലും അത് ചോദിച്ചുകൊണ്ട് ഞാനത് അവസാനിപ്പിക്കുക. ഐഡിയ സ്റ്റാർ സിംഗർ പാടി കിട്ടിയ ട്രിവാൻഡ്രത്തെ ഫ്ലാറ്റ് ജോബി എന്ത് ചെയ്തു? ഫ്ലാറ്റ് എനിക്ക് വീടായിരുന്നു കിട്ടിയത്, വില്ലയായിരുന്നു കിട്ടിയത്. അപ്പം ട്രിവാൻഡ്രത്തായിരുന്നു വില്ല കിട്ടിയത്. അപ്പോൾ കുറച്ചും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമുക്കൊരു ആക്സസ് കിട്ടാൻ പോകാൻ എളുപ്പത്തിന് നമ്മൾ ഈ പറഞ്ഞതുപോലെ എറണാകുളം നമ്മളങ്ങ് ചൂസ് ചെയ്തു. അപ്പോൾ പിന്നെ ആ വില്ല അവിടെ കൊടുത്തിട്ട് നമ്മൾ എറണാകുളത്ത് ഒരു ഫ്ലാറ്റ് വാങ്ങിച്ചു, ഇവിടെ അങ്ങ് കൂടി സെറ്റിലായി 2013. ഇനി അത് പറയാണ് ദയവ് ചെയ്തിട്ട് ജോബിക്ക് വീട് കിട്ടിയില്ലേ, അല്ലെങ്കിൽ ജോബിയുടെ അവസ്ഥ കണ്ടാൽ വളരെ മോശമാവും, പരിതാപകരമാണ്. ഒരുപാട് വീഡിയോകൾ കിടന്ന് കറങ്ങും. ജോബിയുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടാലും നിങ്ങൾ ഞെട്ടും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിയിൽ വീട് കിട്ടിയില്ല എന്ന് അതൊക്കെ പറഞ്ഞാണ്. എനിക്ക് വീടൊക്കെ കിട്ടി, എനിക്ക് 2013 വീട് കിട്ടിയതാണ്. അതെ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തിന് നന്ദി, ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഇനി ആ വീഡിയോ നിങ്ങൾ ഇനി പ്രചരിപ്പിക്കണ്ട, കാരണം ഓൾറെഡി വീടൊക്കെ കിട്ടിയതാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇനി പ്രചരിപ്പിക്കണ്ട. ഇനി പിന്നെ എന്താണോ ഇത്രയും നാൾ നിങ്ങളിത് പറയാത്തത് എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ എനിക്കിപ്പോഴാണ് അതിന് പറയാനുള്ള അവസരം കിട്ടിയത്. ഞാനിപ്പോഴാണ് ഒരു ഇൻ്റർവ്യൂവിന് വന്നത്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ പറയുന്നത്. പിന്നെ സ്വന്തം ഫേസ്ബുക്കിലൂടെ ഇത് പറഞ്ഞുകൂടായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അല്പന അർദ്ധരാത്രി കുട പിടിച്ചതുപോലത്തെ ഒരു സംഭവമാകുമല്ലോ. അപ്പോൾ അതുകൊണ്ട് സ്വന്തം ഒരു ചാനലിൽ വന്നിട്ട് ഞാൻ തന്നെ ഇത് വിളമ്പുന്ന അത്ര ഒരു സുഖമല്ലോ തോന്നിയത് കൊണ്ടാണ് ഞാൻ അന്നേരം അത് പറയാഞ്ഞത്. അപ്പോൾ എന്തായാലും എനിക്ക് വീടൊക്കെ കിട്ടി, ഇനി ആരും വീട് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചോദിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ചിലൊരു സ്നേഹത്തോടെ ചോദിക്കും, അത് നമുക്ക് മനസ്സിലാകും. ചിലരൊരു ബിസിനസ്സിന് വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടിയാണ്, നമ്മളെ കരിവാരി തീർക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ഇതെടുത്തിട്ട് അവസ്ഥ കണ്ട കുറേ ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഒരു ടാഗ് ലൈനൊക്കെ കൊടുത്തിട്ട് ഒരു വല്ലാത്ത പിക്ചറൊക്കെ കൊടുത്തിട്ട് നമ്മളെ അങ്ങ് വല്ലാണ്ടാക്കി കളയും.
അങ്ങനെയുള്ളവരോടാണ് കേട്ടോ പറഞ്ഞത്. ഇപ്പോഴും സ്നേഹത്തോടെ ചോദിക്കുന്നവർക്ക് ഇപ്പോഴും സ്വാഗതം. ഞാൻ എപ്പോഴും മറുപടി പറയാൻ, നിങ്ങൾ എപ്പോൾ വേണേലും വന്നോ, എപ്പോൾ ഒക്കെ ഞാൻ മറുപടി പറയാം. എനിക്ക് വിഷയമുള്ള കാര്യമല്ല. കാരണം നിങ്ങളയച്ച SMS, നിങ്ങളുടെ പ്രാർത്ഥന, അതൊന്നുകൊണ്ട് മാത്രമാണ് ഇപ്പോഴും വിഷ്ണുവിൻ്റെ അടക്കം മുമ്പിൽ ഞാൻ ഇരിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോഴും എൻ്റെ അടുത്ത് ചോദിക്കാം. അല്ലാതെ നമ്മൾ ചൂഷണം ചെയ്യുന്നവരുണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു മറുപടി പറയുന്നത്. ഞാൻ ഇത്രയും സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ളൊരു ജോബിയെ പ്രതീക്ഷിച്ചിരുന്നില്ല. ഒരുപാട് സന്തോഷം സംസാരിക്കാൻ പറ്റിയതിൽ. ഒരുപാട് വലിയ വലിയ ആഗ്രഹങ്ങൾ, നമ്മളോടൊന്നും റിവീൽ ചെയ്യാത്ത പ്ലാൻസ് ഒക്കെ ഉണ്ടെന്നും മനസ്സിലായി. അതൊക്കെ ഉടനെ സാധ്യമാവട്ടെ. നേരത്തിന് ഒരുപാട് നന്ദി. ഒരു ഫാൻ ബോയ് സാക്ഷാത്കാരണം കൂടിയാണിത്. നമ്മളൊക്കെ കണ്ട് ഒരുപാട് കൈയടിച്ചു. താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം കാണാൻ പറ്റി. നമസ്കാരം. താങ്ക് യു.